സോൺ തകർക്കുകയാണ്. നമ്മുടെ കോളേജാ മുമ്പ്. കപ്പടി കെട്ടിടൂ, അത് നല്ലതല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ട്രസ്റ്റിൽ നിന്ന് പൈസ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടാ. ട്രസ്റ്റിലുള്ളവർക്ക് അറിയാം ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് നമ്മളല്ലാന്ന്. പിള്ളേരെ വെറുപ്പിച്ചിട്ട് എന്ത് കാര്യം? എന്നാലും അവരുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കണോ? 3 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പുതിയ പ്രോജക്റ്റ് തുടങ്ങാം. അതുവരെ ആ മരങ്ങൾ അവിടെ നിൽക്കട്ടോ. എൻ്റെ മുത്തശ്ശന്മാർ നട്ട മരങ്ങൾ ദേവസ്വത്തിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. 3 മാസം കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലോ? പക്ഷേ എന്താണ് ഉണ്ടാവുക, ആരാതുണ്ടാക്കുക നമുക്കറിയാലോ. പിന്നെന്താ പ്രശ്നം? രാജ്യം കയ്യിലില്ലെങ്കിൽ എന്താ, തന്ത്രത്തിന് ഒരു കുറവുമില്ല. അവന്റെ പേരെന്താ? ജീവൻ, ജീവൻലാൽ. എന്തെങ്കിലും പ്രശ്നമില്ലാതെ പുള്ളി ഇങ്ങോട്ട് വരില്ല. ശരിയാ. ജീവൻ ചെയർമാനെ മാത്രം കണ്ടാൽ മതി എന്നാണ് രാജകൽപ്പന. അതെന്താ അറിയില്ല, വന്നതിന് പിന്നിൽ ഒരു സതുദ്ദേശമില്ലാതില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം റെഡിയാണ്. അപ്പോ ഞാനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. ശരി, വിളിപ്പിച്ചിട്ടുണ്ട്. വാജീവ ഇരിക്കേ. ഞാൻ ശ്രീകുമാർ കർത്ത, ട്രസ്റ്റി. അറിയാം. നേരിട്ട് കാര്യത്തിലേക്ക് വരാം. മാനേജ്മെന്റും കുട്ടികളുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഞാൻ വന്നത്. കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ അത് കുട്ടികൾ തന്നെ തീർത്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവല്ലോ. സാറ് തമ്പുരാണ്ടയിലോ പഠിക്കാതെ കാര്യം പറ. ആരോടും തർക്കിക്കാനില്ല. നിങ്ങൾ ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ ട്രസ്റ്റ് തയ്യാറാണ്. എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വളരെ സന്തോഷം. പകരം സാറ് പറഞ്ഞു വരുന്നത് ഊട്ടിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുകയല്ല, ഞങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ ആവട്ടെ. വേണ്ട കാശ് എത്രയെന്ന് വെച്ചാൽ ഓഫീസ് വന്നാൽ മതി. വേണ്ട സാറേ, പഞ്ചാര പായസമാണേലും ആരും കോളാമ്പി കുടിക്കാറില്ലല്ലോ. മോനെ ജീവ, തിളച്ച് പൊങ്ങുന്നതൊക്കെ തുളുമ്പും. അത് പായസമാണെങ്കിലും. എന്ത്? കൊട്ടാരത്തിൽ അല്പന്മാർ കയറിയെന്നോ? അതേ തിരുമനസേ. കൊട്ടാരം അശുദ്ധമായല്ലോ. വേഗം ചാണകവെള്ളം തെളിച്ച് ശുദ്ധമാക്കി. ശരി തിരുമനസേ. തിളച്ച പായസമാ സാറേ, വീണടം പൊള്ളും. പോവാം. എടാ, നമ്മുടെ തോട്ടത്തിൽ നമുക്ക് അറിയുന്ന കുറച്ച് ആളുകളെ വിളിക്കണം. ഇവിടെ പണിയുണ്ടല്ലേ?